ഞാൻ ഇന്ന് സിംഹകൂടാരത്തിൽ പെട്ടുപോയ ദാനിയേലിന്റെ കഥയാണ് കേട്ടോ പറയുന്നത്. വിശ്വസ്തരെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കഥ. ഓക്കെ, ദാനിയേല് ഒരു ദൈവഭക്തനായിട്ട് സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. എല്ലാ പ്രശ്നത്തിലും ഏത് സാഹചര്യത്തിലും എല്ലാ ദിവസവും 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ദാനിയേല്. പക്ഷെ ചിലർ അവനെ അസൂയപ്പെട്ടിട്ട് അവൻ രാജാവിനോട് പറഞ്ഞിട്ട് ഒരു നിയമം വരുത്തിച്ചു. രാജാവിനെ വിട്ട് മറ്റാരെയും പ്രാർത്ഥിക്കരുത്. അങ്ങനെയെങ്കിൽ വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരെ സിംഹങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടുപോയി തള്ളിക്കൊടുക്കും. ദാനിയേൽ ഇത് കേട്ടിട്ടും ഭയപ്പെട്ടൊന്നുമില്ല. അവൻ പതിവ് പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ ഇത് രാജാവിനോട് പറഞ്ഞു കൊടുത്തിട്ട് ദാനിയേലിനെ സിംഹകൂടാരത്തിലേക്ക് തള്ളിവിട്ടു. രാത്രി മുഴുവൻ ദാനിയേൽ സിംഹങ്ങളുടെ ഇടയിൽ ആയിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതെന്തായിരിക്കും ഒന്നും സംഭവിക്കാത്ത? ദൈവം സിംഹങ്ങളുടെ വായ അടച്ചു വെച്ചു. ദൈവം ദാനിയേലിനെ രക്ഷിച്ചു. അടുത്ത ദിവസം രാജാവ് നോക്കുമ്പോ ദാനിയേല് ജീവനോടെ സമാധാനത്തോടെ ഇരിക്കുന്നു. ദാനിയേല് പറഞ്ഞു, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചു സിംഹങ്ങളുടെ വായങ്ങ അടച്ചു എന്ന്. രാജാവ് ആശ്ചര്യപ്പെട്ട് ദാനിയേല് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സിംഹകൂടാരങ്ങൾ ഇതുപോലെ കടന്നു കയറേണ്ടി വരും അല്ലെ. ഒത്തിരി കഠിന സാഹചര്യങ്ങള്, വീഴ്ചകള്, അസൂയുള്ള പല ആൾക്കാര്, അനീതികൾ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടോ? പക്ഷെ ദാനിയേലിനെ പോലെ നമ്മൾ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ദൈവത്തിനെ ആശ്രയിച്ച് ജീവിച്ചാല് പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിനെ പോലെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എത്ര പ്രശ്നങ്ങൾ വലുതാണെങ്കിലും സാഹചര്യം ഭയങ്കര അപകടകരമായിട്ടുള്ളതാണെങ്കിലും എത്ര ആളുകൾ നമ്മെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മെ സംരക്ഷിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുക. മറ്റാർക്കും കഴിയാത്തിടത്തോളം ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തെ മറന്ന് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരിക. ആ സിംഹങ്ങളുടെ ദൈവം അടച്ചതുപോലെ ഈ അനീതികളും ഈ പ്രതിസന്ധികളും ഈ കഷ്ടപ്പാടും ഈ ആരും കാണാതെ നമ്മൾ കരയുന്നതും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ദൈവം അങ്ങ് മാറ്റിത്തരും കേട്ടോ.